ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡ്രിങ്കാണ്. ഡ്രിങ്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ജ്യൂസൊക്കെ കഴിക്കുന്ന പോലത്തെ ഡ്രിങ്ക് അല്ല, ഒരു പായസം പോലെയാണ്. പായസമാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് പായസവുമല്ല. ഇത് പാൽ വാഴയ്ക്കാണ്. നമ്മൾ പഴവും പാലും അതുപോലെ ചൗരിയും എല്ലാം ചേർത്തുണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ എല്ലാ വീടുകളിലും മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴല്ലാതെ കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ചായ കഴിക്കുമ്പോൾ അതിന് പകരമായിട്ട് ചായക്ക് പകരമായിട്ട് കഴിക്കാം. ഇടയ്ക്ക് പായസം പോലെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പാൽ വാഴയ്ക്ക റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചൗവരി ഒരു 2 മണിക്കൂറായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് കേട്ടോ 1/2 കപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്, 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുക. പഴുപ്പ് കുറഞ്ഞ ഏത്തപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. 1 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, 1/2 ലിറ്ററിൻ്റെ 1 പാക്കറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചൗരി ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ചൗരി ഞാൻ വെള്ളത്തിൽ തന്നെയാണ് വേവിക്കുന്നത്, പാലിലല്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് പാലിൽ ചേർത്ത് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചൗരി വേവിക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ഈ ചൗരി സോക്ക് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഞാൻ ചൗരിയുടെ കൂടെയുള്ള വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 പ്രാവശ്യം കഴുകിയിട്ടാണ് ഞാൻ സോക്ക് ചെയ്യാൻ ഇട്ടത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ തന്നെ ചൗരി ഒന്ന് കുക്കായി വരട്ടെ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് തിക്കായി പോരുതല്ലോ. ചൗരി വെന്ത് വരുമ്പോൾ കുറുകി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിനൊന്നും അളവ് പറയാനില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ചൗരിക്ക് അനുസരിച്ച് കുറച്ച് ചൗരിയുടെ മേളിൽ ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും മേളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചൗരി വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൗരി വെന്ത് വന്നിട്ടേ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചൗരി അല്ലെങ്കിൽ വേവില്ല. പഞ്ചസാര ആദ്യമേ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൗരി വേവില്ല, ആ ഹാർഡായിട്ട് തന്നെ ഇരിക്കും. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൗരി വേവട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ പഴമൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ചൗരി നന്നായിട്ട് ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലും കൂടി ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകമാവും. ഞാനിനി പാല് ചേർക്കുകയാണ് ഇതിലേക്ക്. ഈ ഒരു ചെറിയ അളവിൽ വെള്ളം വേണം കേട്ടോ, ഇല്ലെങ്കിൽ പാല് ചേർത്ത് കഴിയുമ്പോൾ കട്ടിയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരളവിൽ വെള്ളത്തോടു കൂടി തന്നെ പാല് ചേർക്കുന്നത്. ഇനി പാലും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. പഴം ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പഴം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വലിയ പീസുകളായിട്ട് പഴം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴം വേവാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി പഴം ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഓവറായിട്ട് പഴം കുക്കായി പോകണ്ട. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ കട്ടയായി പോവുകയാണെങ്കിൽ വീണ്ടും പാല് തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരുപാട് കട്ടിയായിട്ടില്ല, ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കട്ടിയായി പോവുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി പഴവും കൂടി കുക്കായി വരട്ടെ. നമ്മളിപ്പോൾ പഴം ചേർത്ത് കഴിഞ്ഞിട്ട് പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പഴത്തിൻ്റെ പഴുപ്പനുസരിച്ചാണ് കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത പഴമായതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ പാലിൽ കിടന്ന് കുക്കായി കിട്ടും. ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് ഓവർ കുക്കായി പോവാതെ ഒന്ന് പഴം കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പാല് വേഗം വറ്റിപ്പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇനി ഒന്ന് കുക്കായി വരട്ടെ പഴം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മധുരം ചേർക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ മുതൽ 5.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം മധുരം, ഈ ഒരു അളവിലേക്കാണെങ്കിൽ. പിന്നെ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ മധുരം ചേർക്കാനായിട്ട്. മധുരം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പഴത്തിലേക്കൊക്കെ മധുരം ഒന്ന് പിടിച്ചു വരണമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഏലക്കപ്പൊടിയാണ്. ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണുള്ളത്.
അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല മധുരത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ പാൽ വാഴയ്ക്ക കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. ചെറിയ മധുരത്തിൽ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ മുതൽ 5.5 ടേബിൾ സ്പൂൺ വരെ എന്ന് പറഞ്ഞത്. 4 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്, ആവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് 1.5 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. പഴമൊക്കെ ഇതാ ഉണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. ഉടഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ പഴം കുക്ക് ചെയ്തെടുക്കരുത്. അതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് പാല്, ഒരുപാട് അങ്ങോട്ട് ലൂസല്ല, നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന പാകത്തിലാണുള്ളത്. ഇത് ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു മീഡിയം തിക്നെസ്സിൽ എടുക്കുന്നത്. ഇതൊക്കെ ഇളം ചൂടോടെ കഴിക്കാൻ കേട്ടോ ടേസ്റ്റ്. നല്ല ചൂടോടെ അല്ല, ഇളം ചൂടോടെ കഴിക്കുക, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ ചൂട് മാറിയിട്ട് കഴിക്കുമ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇളം ചൂടെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് ചേർക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. ഇതിൽ നെയ്യ് തന്നെ ചേർക്കണം കേട്ടോ. ബാക്കിയുള്ള ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒന്നും ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആവില്ല. നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടിനൊന്നും അളവില്ല, കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒരുപാട് കളർ ചേഞ്ച് ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റൈസിൻസ് ചേർക്കാം. റൈസിൻസ് നന്നായിട്ട് വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽ വാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് മുഴുവനും ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ നെയ്യും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കണ്ടോ, നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളറൊന്നും വല്ലാണ്ട് മാറി വന്നിട്ടില്ല, പക്ഷെ അത് കറക്റ്റായിട്ട് കുക്കാവുകയും ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടേ കളർ ചേഞ്ച് ആയി വരുന്നുള്ളൂ. ഈ ഒരു ഷെയ്ഡിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വല്ലാതെ കരിഞ്ഞു പോവും. കാഷ്യൂനട്ടൊക്കെ നമ്മൾ കറക്റ്റ് പാകത്തിൽ ഫ്രൈ ആക്കിയിട്ട് റൈസിൻസും കൂടി ചേർത്ത് വരുമ്പോൾ. ഇനി നമുക്കിത് നമ്മുടെ പാൽ വാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഇളം ചൂടോടുകൂടി, നല്ല ചൂടല്ല, ഇളം ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനും അല്ലാതെ വെറുതെ വൈകുന്നേരം ചായക്ക് പകരമായിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. കുറച്ച് പഴവും 1-2 പഴവും അതുപോലെ തന്നെ കുറച്ച് ചൗരിയും ഒരു പാക്കറ്റ് പാലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അധികം ബുദ്ധിമുട്ടില്ല. മറ്റുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഐസ്ക്രീം ബൗളിലോ ഒക്കെ ആയിട്ടാണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത്. ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ കോരി കുടിക്കാൻ പാകത്തിലാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.